അഡ്രസ്സിനോട് ചേർന്ന് നിൽക്കുമ്പോഴേ നിനക്ക് വിലയുണ്ടാവും. അതുകൊണ്ട് ഞാൻ കാര്യം പറയാം, പാർട്ടിയെ ഒറ്റുന്ന പണിയെടുക്കരുത്. ചിലർക്ക് CPM കോൺഗ്രസിന്റെ KPC സെക്രട്ടറിമാർ കയറി വന്നാലും വരെ എഴുന്നേക്കൂല. എന്നാൽ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ഇങ്ങോട്ട് വരണം, മുണ്ടെല്ലാം കൂടെ അഴിച്ച് മറക്കിയിട്ടുണ്ട് നിപ്പുണ്ട്. നിർത്തിക്കോണം. ഈ പാർട്ടി പോരാട്ടത്തിന്റെ പുതിയ പന്ഥാവിലേക്ക് പോകുമ്പോൾ നമുക്ക് വലിയ മുന്നേറ്റം നടത്താം. ഇനി ഈ നാട്ടിൽ ദരിദ്ര കുടികളായ ജനങ്ങൾ CPM വോട്ടിയില്ല. ഈ നാട്ടിലെ ഉദ്യോഗസ്ഥർ CPM വോട്ടിയില്ല. കൃഷിക്കാർ വോട്ടിയില്ല. അഴിമതി കണ്ടു മടുത്ത സാധാരണക്കാരും ഇടത്തരക്കാരും വോട്ടിയില്ല. അയ്യപ്പന്റെ സ്വർണം മുഴുവൻ അടിച്ചു കൊണ്ടുപോയതിനാൽ ഹിന്ദുക്കൾ വോട്ടിയില്ല. RSSന്റെ യോഗി ആദിത്യനാഥുമായി ചേർന്ന് ഈ സമുദായത്തിന് വിലക്കെടുക്കാൻ ശ്രമിച്ചതിനാൽ ന്യൂനപക്ഷങ്ങൾ വോട്ടിയില്ല. ഈ നാട്ടിലെ ലക്ഷോപലക്ഷം വരുന്ന സാധാരണ കുട്ടികളുടെ വിദ്യാഭ്യാസത്തെ തകർത്ത ഇവർ വോട്ടില്ല. ആയിരക്കണക്കിന് തൊഴിലിന് പകരം പുറംവാതിൽ നിയമനം നടത്തി PSC അട്ടിമറിച്ചതിനാൽ ചെറുപ്പക്കാർ വോട്ടിയില്ല. ബിസിനസ്സുകൾ തകർന്നതിനാൽ കടക്കാർ വോട്ടിയില്ല. താളം തെറ്റിയതിനാൽ ഈ നാട്ടിലെ റിയൽ എസ്റ്റേറ്റുകാർ വോട്ടിയില്ല. ഈ നാട്ടിലെ കച്ചവടക്കാർ വോട്ടിയില്ല. പ്രവാസികളുടെ ക്ഷേമം പരിഹരിക്കാൻ ഒന്നും ചെയ്യാത്തതിനാൽ പ്രവാസികൾ വോട്ടിയില്ല. യവന്മാരുടെ അങ്ങനെയല്ല, അതാണ്. അല്ല ഇങ്ങനെ പറയാം, കപ്പല് മയ്യത്ത് ചേർന്ന് നിൽക്കണം. ചേർന്ന് നിൽക്കണം. ഇങ്ങനെ ഒരു കാര്യം കൂടെ പറഞ്ഞുതരാം. ഇപ്പോ ഗുരുവായൂർ അമ്പലത്തിലെ വിളക്കൊന്നും കാണാനില്ലെന്നാണ് പറഞ്ഞു. ഏറ്റുമാനൂർ അമ്പലത്തില് അവിടുത്തെ സ്വർണം കാണാനില്ല. പിന്നെ ഈ ഉത്രട്ടാതി വള്ളംകളി നടക്കുന്ന ആറന്മുളയിലെ പാർത്ഥസാരഥി ക്ഷേത്രത്തില് ദേവന് നിവേദിക്കുന്നതിന് മുമ്പ് വാസവൻ വന്നിട്ട് പറയാ, വിളമ്പ് വിളമ്പ്, പിന്നെ വേണം, പെട്ടെന്ന് വിളമ്പ്. ദേവനൊക്കെ അവിടെ ഇരിക്കും. ദേവന് നിവേദിക്കുന്നതിന് മുമ്പാണ് വാസവൻ അടിച്ചു കയറ്റിക്കൊണ്ട് പോയത്. കുണം പിടിക്കൂല. അവസാനം പ്രശ്നം വച്ചപ്പോ ഭഗവാൻ പിണങ്ങി. ഹലോ, ആചാരം ലംഘിക്കപ്പെട്ടു. എവർക്കെന്ത് ആചാരം, എവർക്കെന്ത് വിശ്വാസം? നൈഷ്ഠിക ബ്രഹ്മചാരിയായ അയ്യപ്പൻ എവർക്കെന്ത് സ്വർണ്ണക്കോലം, എവർക്കെന്ത് യോഗദണ്ഡ്, എവർക്കെന്ത് നൈഷ്ഠിക ബ്രഹ്മചാരി, എവർക്കെന്ത് ദ്വാരകപാലകൻ. സഖാക്കളെ, ഇത് അവസാനത്തെ കൊള്ളയാണ്. കേരളത്തിന്റെ ചരിത്രത്തിൽ നിന്നെ കുടിച്ചു മൂടുന്ന കാലം വരെ ഒരു 35 കൊല്ലമെടുത്ത് ബംഗാളിലെങ്കിൽ നീ തീരാൻ ഇനി 5 മാസം കൂടി കഴിയുമ്പോൾ നിന്റെ കഥ ഇവിടെ കഴിഞ്ഞിരിക്കും എന്ന കാലത്തിൽ ദൂരമല്ല. കൂടി നിൽക്കണം, ചേർന്ന് നിൽക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന നേതാക്കന്മാർ സ്ഥാനാർത്ഥി നിർണയം നടത്തുമ്പോൾ രാജനീതി പാലിക്കണം. രാജനീതി പാലിക്കണം. ജയ് ഹിന്ദ്, ജയ് ഹിന്ദ്, ജയ്. ഞാൻ KPCC ആണ് DCC ആണെന്ന് പറഞ്ഞ് വിയർക്കാതെ വീട്ടിലിരുന്നുണ്ടല്ലോ, എന്നേക്കുമായിട്ട് വീട്ടിലിരിക്കാം. കോഴിക്കോട് ജില്ലയിൽ ഒരു 5 MLA-മാരെ കിട്ടിയില്ലെങ്കിലേ ഒരുത്തനും സുഖിക്കൂല. എനിക്കൊരു കാര്യം എടുത്ത് പറയാനുള്ളൂ, കൊയിലാണ്ടി ജയിക്കണം. കൊയിലാണ്ടിൽ നല്ല പെടപെടത്ത ചെറുപ്പക്കാർ വന്ന് മത്സരിക്കും. അടിപൊളിയായിട്ട് കൈപ്പത്തിയിൽ വോട്ട് കൊടുത്ത് കൊയിലാണ്ടി തിരിച്ചു പിടിക്കണം. MP പദവിക്ക് ശേഷം കൊയിലാണ്ടി തിരിച്ചു പിടിക്കണം. ഞാനിന്ന് DCC ഓഫീസിൽ പോയപ്പോ എന്തൊരു മനോഹരമായ കെട്ടിടങ്ങൾ. ഞാൻ അവിടെ ചെന്ന് കയറുമ്പോ മഹാത്മാഗാന്ധിയും പട്ടേലും നെഹ്റുവും ആസാദും ഗാന്ധിയും ശ്രീമതി ഗാന്ധിയും രാജീവും നെഹ്റുവും എല്ലാം കൂടി ഇങ്ങനെ ചേർന്നിരിക്കുന്ന മനോഹരമായ സൗധം എത്ര കാഴ്ചപ്പാടോടുകൂടി കെട്ടിവെച്ചിരിക്കുകയാണ്. എത്ര പേരുടെ അധ്വാനം. ഞാൻ ശ്രീ പ്രവീൺ കുമാറിനെ ഞാൻ ആദരപൂർവ്വം അദ്ദേഹത്തെ നമിച്ചിട്ടാണ് വന്നത്. ഇന്നലകളിൽ ഷാഫി പറമ്പിന്റെ വിഷയം വന്നപ്പോ ഓടിക്കളയാതെ ആ സർവ്വസൈന്യാധികനെ പോലെ നേർക്കുനേർ മുമ്പ് നിന്ന് പോരാട്ടം ഏറ്റെടുത്ത നമ്മുടെ DCCയുടെ നായകൻ അഡ്വക്കേറ്റ് പ്രവീൺ കുമാറിനെ ഞാൻ ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. നമുക്കൊരു നാഥനുണ്ട്, നമുക്ക് പാർട്ടിക്ക് ഒരു നാഥനുണ്ട്. നമ്മുടെ പാർട്ടിയിൽ ഇപ്പോൾ ഒരു പ്രശ്നമില്ല. പണ്ട് കാലത്ത് ഗ്രൂപ്പിസം ഉണ്ടായിരുന്നു, ഇപ്പൊ ഗ്രൂപ്പിസം ഒന്നുമില്ല. പണ്ട് കാലത്ത് ഗോത്ര സമൂഹങ്ങൾ ഉണ്ടായിരുന്നു, ഇപ്പൊ അതില്ല. ചേർന്ന് നിൽക്കണം. എങ്ങനെ ഇപ്പൊ നമുക്ക് തോപ്പിക്കണം. ഞാൻ കേരളം മുഴുവൻ ഓടി നടന്ന് പ്രസംഗിക്കുന്ന ഒരാളെന്ന നിലയിൽ ഞാൻ പറയുന്നു, 100-ൽ കൂടുതൽ സീറ്റുമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അധികാരത്തിൽ.
ഞാൻ ഇവിടെ നിന്നുകൊണ്ട് നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമെന്നറിയില്ല. 23 സീറ്റുകളിലേക്ക് CPM കേരളത്തിൽ തൂത്തെറിയപ്പെടുകയാണ് ചെയ്യാൻ പോവുക. കേവലം 23. ആരാ പറഞ്ഞതറിയോ? BRM ഷബീർ പറയാൻ എഴുതി വെച്ചോ. 23ലേക്ക് വരും. സകല കോട്ടയും പൊളിയും. പേരാമ്പ്ര അറിയുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കോ? വിശ്വസിക്കോ? ഈ പ്രാവശ്യം പേരാമ്പ്ര പറയും. ഷബീറെ, നീ മേപ്പയുടെ വന്ന് കുത്തിയിരിക്കല്ലേ? പേരാമ്പ്ര വീഴും. അതാണ് ട്രെൻഡ്. നാദാപുരം അറിയുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കോ? നിങ്ങൾ ആരെങ്കിലും വിശ്വസിക്കോ? നാദാപുരം അറിയുമെന്ന് പറഞ്ഞാല് നാദാപുരത്ത് ഏറ്റവും നല്ല കരുത്തൻ വരും. അടിച്ചു തകർത്തുകൊണ്ട് കയറി വരും. മാർക്സിസ്റ്റ് മലകൾ ഇടിഞ്ഞു വീഴും. നാദാപുരം പിടിക്കും. സൗത്ത് തിരിച്ചു പിടിക്കും. നോർത്ത് പിടിക്കാൻ പറ്റും നമുക്ക്. പിന്നെ ഏതുണ്ട്? കുറ്റ്യാടിയൊക്കെ എന്നെ പിടിച്ചു കഴിഞ്ഞു. എല്ലാം പിടിക്കും. കുന്നമംഗലം പിടിക്കും. അങ്ങനെ എല്ലാം പിടിക്കും. എലത്തൂര് പോലും ആ കിളവനെ നമ്മൾ ഇപ്പൊ തറപറ്റും. കിളവനെന്ന് പറഞ്ഞ അൺപാർലമെന്ററി എന്നാ വയസ്സെന്നാക്കാം. എന്തേ ചിരിക്കണം? ഇങ്ങനെയൊക്കെ പറ്റൂ. ഞാനൊരു കാര്യം എടുത്ത് പറയാം. അതുകൊണ്ടാണ് ചേർന്ന് നിൽക്കേണ്ടത്. ഈ പാർട്ടിയെ ഭിന്നിപ്പിക്കാൻ നിങ്ങൾക്കിടയിൽ കുത്തിത്തിരിപ്പുമായിട്ട് ആളുകൾ വരുമ്പോൾ പോടെ 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 എന്ന് പറയിക്കണം. ഞാൻ എപ്പോഴും പറയും, BRM ഷബീർ ഇങ്ങനെ വന്ന് പ്രസംഗിക്കുമ്പോൾ നിങ്ങൾ കേട്ടുകൊണ്ട് രാത്രി ഇരിക്കണമെങ്കിൽ ഞാൻ അങ്ങ് വിചാരിച്ചു കളയല്ലേ, ഞാനൊരു സംഭവം തന്നെ, എന്റെ പിന്നിൽ ജനക്കൂട്ടമാണ്, വല്ലാത്തൊരു സംഭവമാണ് എന്ന് എനിക്ക് തോന്നിയാൽ ഞാൻ സീറോ. എന്താണ് ഞാൻ സീറോ? BRM ഷബീർ അഡ്രസ് ഉണ്ടാവണമെങ്കിൽ ഈ 3 വർണ്ണ കൊടിയുടെ താഴെ നിൽക്കുമ്പോഴുള്ള അഡ്രസ്സേ BRMനുള്ളൂ. ഈ അഡ്രസ് ഇല്ലാത്ത BRM ഷബീർ വട്ടപൂജ, രാമേന്ദ്ര മാഷ് വട്ടപൂജ, വിനോദൻ വട്ടപൂജ, ഷബീർ വട്ടപൂജ. പാർട്ടിക്കെതിരായി നിൽക്കരുത്. പാർട്ടിയുടെയും മുന്നണിയുടെയും സ്ഥാനാർത്ഥിക്കെതിരായി വർഗീയത പറയരുത്. ഇവിടെ മത്സരിക്കുന്നത് ഹിന്ദു കാൻഡിഡേറ്റ് ആണെങ്കിൽ, മുസ്ലിം ഭൂരിപക്ഷമുള്ളവർ മാറ്റാണെങ്കിൽ, എന്റെ പ്രിയപ്പെട്ട മുസ്ലിം സഹോദരങ്ങളായ കോൺഗ്രസുകാരെ, മതം നോക്കരുത്, കൈപ്പത്തിയിൽ കുത്തണം. ഞങ്ങളുടെ സഹോദരനാണെന്ന് പറഞ്ഞ് ചേർത്ത് പിടിക്കണം. അവസാനം ഇലക്ഷന്റെ അവസാനത്തെ മണിക്കൂറിൽ ഇഷാ നമസ്കാരം കഴിഞ്ഞിട്ട് യവന്മാരെ ഒരു സ്ക്വാഡ് വരും. ചിലർക്കൊക്കെ താടിയും തലപ്പാവൊക്കെ കാണും. വന്നിട്ട് പറയും അസ്സലാമു അലൈക്കും. അപ്പൊ പറയും ആർക്കാ? അത് രാജേട്ടന്. ഹേ രാജേട്ടനോ? ആ രാജേട്ടന്. അതെന്താ? രാജേട്ടൻ നല്ല കോൺഗ്രസ്സാ, ഞങ്ങൾ എപ്പോ വിളിച്ചാലും വരാറുണ്ട്. കൊടുക്കല്ലേ, രാജൻ പകൽ മാത്രമേ കോൺഗ്രസ് ഉള്ളൂ, രാജൻ രാത്രി RSS പറഞ്ഞതേ. എടാ, ഇതിനകത്ത് രായും പകലും കഷ്ടപ്പെട്ട് കുടുംബത്തെ പോലും നോക്കാതെ ഈ പാർട്ടിക്ക് വേണ്ടി രായും പകലും കഷ്ടപ്പെട്ട് അമ്പലത്തിൽ പോയി പള്ളിയിൽ സഹായിച്ചും നബിദിന റാലിക്ക് നാരങ്ങ വെള്ളം കൊടുത്തും മതമില്ലാതെയും ഈ ജീവിക്കുന്ന പാവപ്പെട്ട ഒരാളുടെ മതം നോക്കി തിരഞ്ഞു പിടിച്ചു വന്ന് രാത്രി പറയും അവൻ SDP അല്ല, അവൻ RSS. ഇനി ഇതിനകത്ത് നിൽക്കുന്ന ഒരു മുസ്ലിം ചെറുപ്പക്കാരൻ ദുൽഖഫിലാണ് മത്സരിക്കണമെന്ന് കരുതുക. ഇലക്ഷന് നല്ല ട്രെൻഡ്, ദുൽഖഫിൽ ജയിക്കുമെന്ന് ഘട്ടം വരുന്നു. ഇലക്ഷന്റെ ലാസ്റ്റ് ഡേയിൽ ഒരു ഹിന്ദു വീടുകൾ കേന്ദ്രീകരിച്ചൊരു കയറ്റം കയറിയിട്ട് പറയും ആർക്കാ? ദുൽഖഫിൽ. എന്താ? നല്ല പയ്യൻ, നല്ല മിടുക്കൻ, നല്ല കാര്യത്തിന് വിളിച്ചാലും വരും. കൊടുക്കല്ലേ, രാത്രികളിൽ അവന്റെ സഞ്ചാരം NDF-മായിട്ടാ. ഇത് പറഞ്ഞ് കേൾക്കാനും കുറേമാര് കൊണ്ട് കുത്താനും. ഒരു കാര്യം നിങ്ങൾ പറഞ്ഞു തരാം, ബാപ്പയുടെ അനുജനാണ് അപ്പുറത്ത് മത്സരിക്കുന്നെങ്കിലും കൊടുക്കരുത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസോടൊപ്പം നിൽക്കണം. രാത്രിയുടെ മറവിൽ, പോസ്റ്റിന്റെ മറവിൽ, നീരിട്ടിന്റെ മറവിൽ ഒരു കോൺഗ്രസ് പോസ്റ്റുകാരോട് വന്നിട്ട് മതം പറഞ്ഞാൽ മതമോ മാറി നിൽക്കണ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് എന്നുറക്കെ പറയണം. അതാണ് വികാരം, അതായിരിക്കണം വികാരം. മതമല്ല 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 പ്രശ്നം. മതത്തിന്റെ പ്രശ്നം വരുമ്പോൾ നമുക്കത് നോക്കാം. ഇവിടെ ഏറ്റവും കൂടുതൽ ശബരിമല അയ്യപ്പന് വേണ്ടി പ്രസംഗിച്ച യുവ നേതാവ് ഒരു പക്ഷേ ഞാനായിരിക്കും. ഏറ്റവും കൂടുതൽ കേരളത്തിൽ യാത്ര ചെയ്ത് ശ്രീ അയ്യപ്പന് വേണ്ടിയിട്ട് സംസാരിച്ച ചെറുപ്പക്കാരൻ ഒരു പക്ഷേ BRM ഷബീർ ആയിരിക്കും.
എന്റെ കടമയാണത്. ഞാൻ കഴിഞ്ഞ മാസമാണ് ഉംറ ചെയ്തിട്ട് തിരിച്ചു വന്നത്. കണ്ടില്ലേ? പരിശുദ്ധ ഉംറ കഴിഞ്ഞു വന്നിട്ട് ആ ഭാഗ്യം കിട്ടിയ ഒരാളാണ് ഞാനിപ്പോ. ആ ഉംറ കഴിഞ്ഞു വന്നിട്ട് ഞാൻ ശബരിമല അയ്യപ്പനെ കുറിച്ച് പ്രകീർത്തിക്കുന്നു. എന്തുകൊണ്ടാ? ഞാൻ കോൺഗ്രസ്. എന്റെ കടമയാണ്, ഉത്തരവാദിത്വമാണ്. നാളെ ഇവിടുത്തെ മുസ്ലിമിനൊരു പ്രശ്നം വന്നാൽ വിനോദിനിറങ്ങണം, രാമേന്ദ്ര മാഷ് ഇറങ്ങണം, നിങ്ങൾ ഓരോരുത്തരും ഇറങ്ങണം. അത് കോൺഗ്രസ്. അർദ്ധരാത്രിയുടെ യാമത്തിലെ ഇരുട്ടിന്റെ മറവിൽ മതം 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 അരിവാൾ മതം അരിവാൾ മതം എന്ന് പറഞ്ഞു വന്നാ പറയണ ഇല്ല ഇല്ല ഇല്ല. എന്താണ് എങ്ങനെയാ പറയണ്ടേ? ഇല്ല ഇല്ല ഇല്ല, നോ 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 പറഞ്ഞിരിക്കണം. മുന്നണിക്കാണ് കൊടുക്കുന്നെങ്കിൽ റിബലിനായിട്ടുള്ളായിരുന്നു, അവരും കൂടെ ഉണ്ടെങ്കിലേ ജയിക്കാൻ പറ്റൂ. എന്താണ് ഇവിടെ മുസ്ലിം കൂടെ വേണ്ടേ? ഒരു കാര്യം നിങ്ങളടുത്ത് പറയാം, മുസ്ലിം ലീഗ് ഇല്ലായ്മ ചെയ്താൽ, മുസ്ലിം ലീഗ് കേരളത്തിൽ ഇല്ലാതെ പോയാൽ ആ സ്പേസിലേക്ക് വരുന്നത് CPM-ഉം കോൺഗ്രസുമായി. അയാൾ എന്ത് ചെയ്തു? ഇവിടെ നിന്ന് പോയി. എങ്ങോട്ട് പോയി? കേന്ദ്രത്തിൽ പോയി. ആരെ പിടിച്ചു? അമിത്ഷായെ പിടിച്ചു. ഏത് ജോലിയിൽ? പ്രോട്ടോകോൾ ഓഫീസർ. ആരുടെ പ്രോട്ടോകോൾ ഓഫീസർ? നരേന്ദ്രമോദിയുടെ പ്രോട്ടോകോൾ ഓഫീസർ. എന്തിന്റെ പ്രോട്ടോകോൾ? SPG സുരക്ഷയുടെ ഓഫീസർ. നരേന്ദ്രമോദി എന്ന ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ചുറ്റും നിൽക്കുന്ന SPG-യുടെ നിയന്ത്രണമുള്ള ആളായി ആര് മാറി? രവാഡ ചന്ദ്രശേഖർ. എപ്പോ ഇവിടെ DGP-യുടെ ഒഴിവ് വന്നു. യോഗേഷ് ഗുപ്തയായിരുന്നു സീനിയോറിറ്റി, ആക്കിയില്ല. അമിത്ഷാ പറഞ്ഞു രവാഡയാക്ക്. ആരെയാക്ക്? രവാഡയാക്ക്. അമിത്ഷായെ തൃപ്തിപ്പെടുത്താൻ നരേന്ദ്രമോദിയുടെ സ്പെഷ്യൽ സെക്യൂരിറ്റി വിങ്ങിന്റെ ചുമതലയുള്ള എല്ലാ ദിവസവും ഇറങ്ങുന്നതിന് മുമ്പും തിരിച്ചു കൊണ്ടുപോയതിനു ശേഷവും നരേന്ദ്രമോദിയുമായി 2 വട്ടം കൂടിക്കാഴ്ച നടത്താൻ അനുവാദമുള്ള രവാഡ ചന്ദ്രശേഖരനെ കൂത്തുപറമ്പ് രക്തസാക്ഷികളെ മറന്ന് DGP ആക്കിയതിന്റെ പുറകിൽ RSS ആണ്. ആരാണ്? RSS. എന്തിനാണ്? എന്തിനാണ്? മോളെ രക്ഷിക്കാൻ. എന്തിനാണ്? പ്രത്യുപകാരം. എന്തിനാണ്? കേരളത്തിൽ കോൺഗ്രസിനെ തുലയ്ക്കാൻ. എന്തിനാണ്? കോൺഗ്രസിനെ തോപ്പിച്ചിട്ട് 5 or 6 സീറ്റുകൾ BJP-ക്ക് ഉണ്ടായാലും കുഴപ്പമില്ല, കോൺഗ്രസ് വരരുത്. ഇവിടെ ഇപ്പോ കൊയിലാണ്ടിയിൽ കോൺഗ്രസ് ജയിക്കുമെന്ന ട്രെൻഡ് വന്നാൽ, ഇവിടെ എന്തായാലും താമര ജയിക്കും. ട്രെൻഡ് വന്നാൽ പയ്യെ RSS വന്ന് ആർക്കോട്ടിയും എന്ത് ചെയ്യും? RSS-ന്റെ കേഡർമാർ, അനുഭാവികളല്ല, എന്തെങ്കിലും പരസ്യം, കേഡർമാർ വന്ന് പയ്യാർക്ക് കുത്തും. അങ്ങനെ 48 മണ്ഡലങ്ങൾ, എസ്പെഷ്യലി കോൺഗ്രസ് ജയിക്കുമെന്ന് ഉറപ്പുള്ള 21 മണ്ഡലങ്ങളിൽ RSS രഹസ്യമായി കുത്തി 3ാമത് ഭരണമുണ്ടാക്കി കൊടുക്കാമെന്ന് ധാരണയുണ്ടാകുന്ന അടിസ്ഥാനത്തിലാണ് ഈ കച്ചവടം. എന്റെ ചോദ്യം ഇതാണ്, ഞങ്ങളുടെ കർണാടകത്തിലെ DK ശിവകുമാർ 1.5 കൊല്ലം ജയിലിൽ കിടന്നു, ഈടി പിടിച്ച് സന്ധി ചെയ്തില്ല. തമിഴ്നാട്ടിലെ കനിമൊഴി 1 കൊല്ലം ജയിലിൽ കിടന്നു, സന്ധി ചെയ്തില്ല. ഇവിടെ അരവിന്ദ് കെജ്രിവാൾ 8 മാസം ജയിലിൽ കിടന്നു, സന്ധി ചെയ്തില്ല. മനേഷ് സിസോദിയോ 16 മാസം ജയിലിൽ കിടന്നു, സന്ധി ചെയ്തില്ല. സന്ധി ചെയ്യാത്ത പലരുമുണ്ട്. എന്നാൽ ഇത്രയേറെ ആരോപണം ഉണ്ടായിട്ടും ഒരു കൊട്ടാരത്തിൽ മാത്രം അറസ്റ്റിന് വന്നിട്ടില്ല. ആരുടെ കൊട്ടാരത്തിൽ? പിണറായിയുടെ കൊട്ടാരത്തിൽ. സഹോദര, മുഖ്യമന്ത്രി RSS, പിണറായി RSS, ADGP അജിത് കുമാർ RSS, പോലീസ് ഡിപ്പാർട്ട്മെന്റിലെ കരടായ ഭാഗത്തിരിക്കുന്നവർ സകലതും RSS, IAS ഓഫീസർമാരിൽ RSS-ന്റെ സ്ലീപ്പർ സെൽ. ഈ ഗവൺമെന്റ് കീഴിൽ RSS-ന്റെ തേർവാഴ്ച. ഈ ഗവൺമെന്റ് നിലനിർത്തി കൊടുക്കുന്നത് RSS. മോളെ രക്ഷപ്പെടുത്തിയത് RSS. മോളെ രക്ഷപ്പെടുത്തി സമൻസ് അയച്ചിട്ട് പിന്നെ വിളിക്കാത്തത് ഒത്തുതീർപ്പ് RSS. അടുത്ത ഭരണത്തിൽ കോൺഗ്രസിനെയും ലീഗിനെയും തീർക്കാൻ ഒരു
ഒരു സമുദായ മുതലാളിയെ ഇറക്കി മതവിദ്വേഷം ഇടയ്ക്കിടയ്ക്ക് അടിക്കുന്നതിന്റെ പുറകിൽ ഈ പറഞ്ഞ RSSനും CPM-നും ഇടയിലുള്ള പാലം. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ശബരിമലയിലേക്ക് പോയപ്പോ ആ നേതാവിന്റെ ഏതൊക്കെ ചാനൽ എന്നറിയാമോ? മരം മുറിച്ചവനും മരം കടത്തിയവനും മരത്തിന്റെ ഇടയിൽ കൂടെ ചാടിയവനും ജയിലിൽ കിടന്നവനും കരഞ്ഞവനും കാല് പിടിച്ചവനും എല്ലാം നിങ്ങൾ അവർ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കി വെച്ചത് സർവേ കണ്ടോ? മൂന്നാമതും പിണറായി. ആരാണ് സർവേ പുറത്തുവിടുന്നത്? ആരാ സർവേ പുറത്തുവിടുന്നത്? KPCC പുനഃസംഘടന നടന്നപ്പോ ആരോ ഒരാൾ ചുമച്ചത്രേ, ഒന്ന് ചിരിച്ചത്രേ, കോൺഗ്രസിൽ പൊട്ടിത്തെറി. ഏതോ ഒരാൾ ക്ലെയിം ഉന്നയിച്ചത്രേ, കോൺഗ്രസ് തകർന്നു. KPCC പുനഃസംഘടന K മുരളീധരൻ ചുമച്ചു. വാർത്തയാ, മനസ്സിലായില്ലേ? എന്നാൽ G സുധാകരൻ, കേന്ദ്ര കമ്മിറ്റി അംഗമായിരുന്ന സുധാകരൻ പാർട്ടി വിടുന്നു. ചർച്ചയില്ല. ശ്രദ്ധിച്ചോ? മോനെതിരെ സമൻസ് വരുന്നു. ചർച്ചയില്ല. മാസപ്പടി കേസ് വരുന്നു. ചർച്ചയില്ല. RSS മേധാവിയെ കാണുന്നു. ചർച്ചയില്ല. ADGP രാം മാധവിനെ കാണുന്നു. മാധവ്ജിയെ കാണുന്നു. ചർച്ചയില്ല. കോൺഗ്രസിന്റെ ആളുകൾ ഒന്ന് നേരാൻ പറഞ്ഞ ഇരുന്നില്ലെങ്കിൽ അതും ചർച്ചയാണ്. നിങ്ങൾ കാണുന്നില്ലേ എന്നെ കേട്ട് ട്രോളി എടുക്കുന്നത്? നിങ്ങൾ കാണുന്നില്ലേ? ഇത് കണ്ട നമുക്കവിടുത്തെ കാര്യം നമ്മളെ പ്രസിദ്ധരാക്കിട്ടുണ്ട്. നമുക്കിവിടുത്തെ കാര്യം ഒരു കാര്യം നിങ്ങൾ തുറപ്പിച്ച് പറയാം, ആരാണോ CPM-നെതിരായി വിരൽ ചൂണ്ടുന്നത് അവരെയാണ് തകർക്കാൻ ശ്രമിക്കുന്നത്. ഷാഫി പറമ്പിലെതിരായിരുന്നു, KM ഷാജിയാണ്. ആണോ? ഇങ്ങനെ ഓരോന്നിനെയും തീർത്തെടുക്കാൻ ശ്രമിക്കുകയാണ്. ചേർന്ന് നിൽക്കണം. ഞാൻ എന്റെ പ്രസംഗം ചുരുക്കുകയാണ്. എങ്ങനെ ചേർന്ന് നിൽക്കണം? തിക്കൊടി പഞ്ചായത്തിന്റെ ഭരണമാർക്ക LDF തിരിച്ചു പിടിക്കണം. എത്ര വാർഡുണ്ട്? 18 വാർഡ്. 18 വാർഡുകളിൽ നല്ല ജനസ്വാധീനമുള്ള, ഏത് സാഹചര്യത്തിലും ജയിച്ചു വരാൻ കെൽപ്പുള്ള മിടുമിടുക്കന്മാരായിട്ടുള്ള ആളുകൾക്ക് നിങ്ങൾ സീറ്റ് കൊടുക്കണം. നിങ്ങൾക്കിടയിൽ തന്നെ CPM വിദ്വേഷം ബദറും. എങ്ങനെയാണെന്നറിയോ? നിങ്ങൾ കോൺഗ്രസ് നേതാക്കന്മാർ അഡ്ജസ്റ്റ് ചെയ്യുന്ന നേതാക്കന്മാരെ കാണുമ്പോൾ CPM-കാർ പറയും, ചേട്ടൻ മത്സരിച്ചാൽ ഞങ്ങൾ തോക്കും. സ്ഥിരം നമ്പര. എടാ, അവൻ മത്സരിച്ച അവന്റെ കെട്ടിയോട് പോലും വോട്ട് ഇല്ല എന്നുള്ള കാര്യം അവൻ അറിയില്ലല്ലോ. പറയും, ചേട്ടൻ നിന്നാൽ ഞങ്ങൾ കടുക്കുമെന്നാണ് ഞങ്ങളുടെ ലോക്കൽ കമ്മിറ്റി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ നമ്മളെ ചേട്ടൻ, നമ്മളെ പാർട്ടിയിലെ ചേട്ടൻ, ഞാനൊരു സംഭവം തന്നെ. ഇങ്ങനെയാവരുത്. ഒരുത്തൻ ജോലി ചെയ്ത് കഷ്ടപ്പെട്ട് വോട്ടം ചേർത്തിരിക്കുന്ന സ്ഥലത്ത് സംവരണം വന്നപ്പോ സീറ്റ് നഷ്ടപ്പെട്ടവൻ അവന്റെ കൂട്ടി കയറി മുട്ടയിടാൻ കയറല്ലേ. കിട്ടാത്തവർ മാറി നിൽക്കണം. അന്യായമായി വല്ലവന്റെ കൂട്ടി കയറരുത്. നിരന്തരമായി തോക്കുന്നവർ മാറി നിൽക്കണം. ജയിക്കുന്ന മുഖങ്ങൾക്ക് സീറ്റ് കൊടുക്കണം. മാർക്സിസ്റ്റ് പാർട്ടിയുമായിട്ട് അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ ജയിക്കൂല. നിങ്ങൾക്കൊരു തോന്നലുണ്ടാവും, നമ്മളിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ നിന്ന് അങ്ങനെയൊന്നും ജീവിക്കാൻ പറ്റൂല. നിങ്ങളൊരു കാര്യം എഴുതി വെച്ചോ, അവർ മാർക്സിസ്റ്റുകളാണ്. അവർ കാര്യത്തോടെടുക്കുമ്പോൾ അവർ കോൺഗ്രസ് വിരുദ്ധരാണ്. നിങ്ങളാണെങ്കിലും അവരോട് അഡ്ജസ്റ്റ് ചെയ്ത് ജയിക്കാമെന്ന് വിചാരിച്ചാൽ നിങ്ങളെ ജയിക്കൂല. അവർ നിങ്ങളെ ജയിപ്പിക്കില്ല. ഒറ്റ വഴിയുള്ളൂ. കേരളത്തിന്റെ രാഷ്ട്രീയത്തിൽ 2 വഴിയേ ഉള്ളൂ. ഒന്ന് മാർക്സിസ്റ്റ് വിരുദ്ധതയാണ്, ഒന്ന് മാർക്സിസ്റ്റ് അനുകൂലമാണ്. നിങ്ങൾ മാർക്സിസ്റ്റ് വിരുദ്ധതയോടൊപ്പം നിൽക്കുന്നു.